കഷ്ടപ്പെടാണ്. കണ്ടിട്ട് ഒരു മലയാളി ലുക്ക് ഉണ്ടല്ലോ. നമുക്കൊന്ന് പോയി ചോദിച്ചാലോ. ഹലോ മാഡം, അയ്യോ ഞാൻ മലയാളിയാണെന്ന് കരുതിയിട്ട് വിളിച്ചല്ലോ. സോറി. അല്ലല്ല, ഞാൻ മലയാളി തന്നെയാണ്. മലയാളിയാണല്ലേ? അതേ കണ്ടിട്ടില്ലല്ലോ. ഞാൻ ജാനറ്റ്. ഇവിടെ മിനസോട്ടയിൽ ഒരു 2.5 വർഷമായിട്ട് താമസിക്കുവാണ്. ഇപ്പോ ഒരു ഇൻസ്റ്റഗ്രാം ഇൻഫ്ലുവൻസർ ആകാനായിട്ട് നോക്കുക. അപ്പോ ഓണത്തിന്റെ കുറച്ച് റീൽസ് ഒക്കെ ഉണ്ടാക്കി എന്റെ ഫീഡിൽ ഇടാനായിട്ട് കുറച്ച് സഹായിക്കുമോ? പിന്നല്ലേ ഓണം റീൽസ് പറഞ്ഞ ഇവിടെ അല്ലേ എന്തെന്നെ ഓണം റീൽസ് ആരും കണ്ടിട്ടില്ലേ? നമ്മുടെ ജിജോ ചേട്ടൻ ഹിറ്റ്ലർ മാധവകുട്ടിയായിട്ട് കുറെ ഗേൾസ് ഒക്കെ നടന്നിരുന്നു. ഭയങ്കര ഹിറ്റാണപ്പോ. ഞാൻ ദീപിക. ഞാനിവിടെ 10 വർഷത്തിന് ശേഷമാണ് MMA ഓണം കൂടെ വന്നിരിക്കുന്നത്. ഇവിടെ ഇപ്പം ഞങ്ങൾക്കൊരു MC ആവശ്യമുണ്ട്. ഞാനൊരു ഡീൽ അങ്ങോട്ട് പറയാം. ഞങ്ങളുടെ റീൽ ഉണ്ടാക്കണം. പത്മത്തിനെയും ജിജോനെയും അങ്ങോട്ട് ഞങ്ങൾ വിട്ടുതരാം. പകരം ഒരു MC ആയിട്ട് ഞങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യുമോ? ഈ പ്രോഗ്രാമൊക്കെ കൊള്ളുമോ? നല്ല കാര്യം. പ്രോഗ്രാം കൊള്ളുമെന്ന്. ഞങ്ങളുടെയൊക്കെ സ്പോൺസേഴ്സ് ആരൊക്കെ അറിയോ? ഡോക്ടർ ഡാഷ്, മിനു ജോൺ ഹെവൻലി ഹോംസ്, ഗുൾഫ് റിവർ ഇലക്ട്രിക്കൽ, അബ്ദുൾ ഡ്രീം ഹോംസ്, പ്രദീപ് ലൈഫ് മാപ്പ് വെൽത്ത് ആൻഡ് അഡ്വൈസേഴ്സ്. ഇവരൊക്കെ ഉണ്ട്. ഇതൊന്നും പോരെങ്കിൽ there is a cherry on top. ഈ പ്രോഗ്രാം നമ്മുടെ ഏഷ്യാനെറ്റ് കവർ ചെയ്യുന്നുണ്ട്. അതാരാന്നറിയോ? നമ്മുടെ ആശ മാത്യു ആൻഡ് അരുൺ ജോർജ് കൂടി. ഇതൊക്കെ പോരെ? ഓ, അത്രയൊക്കെ ഉണ്ടോ? എന്താ ഞാൻ ചെയ്യാം. അതാണ്. എന്താ ചെയ്യണ്ടേ? ഇതാ പിടിച്ചോളൂ. ഓ, അങ്ങനെ ഒരു MC-നെ കിട്ടി. ഇത് കുറെ ഉണ്ടല്ലോ. ഇത്രയൊക്കെ എന്നോട് പറ്റത്തില്ല. ഒരാളെ കൂടി സംഘടിപ്പിക്കണം. ഞാൻ ഒരാളെ സംഘടിപ്പിക്കാൻ പറ്റ പാട് എനിക്കറിയില്ല. ഈ ഒരാളെ ഞാൻ എവിടെ നിന്ന് എടുക്കും? ഇയാള് ശരിയാവോ? അയാൾ മലയാളിയാണോ അല്ലോ എന്ന് എങ്ങനെ അറിയാം? അതിനൊരു പരിപാടി ഉണ്ട്. നമുക്ക് ചേട്ടാന്നൊന്ന് വിളിച്ചു നോക്കാം. അതാ വലിയ കേട്ടാ നമുക്ക് സെറ്റാക്കാം. ചേട്ടാ. ചേട്ടാ. എന്നെയാണോ? അതെ. 2 സുന്ദരികൾ എന്നെ ചേട്ടാന്ന് വിളിക്കുന്നത്. ഹലോ, Hello. നൈസ് ടു മീറ്റ് യു. വെൽക്കം ടു ഊട്ടി. ഞാൻ ദീപിക. ഹൗ ആർ യു? ജാനറ്റ്. ഞാൻ അനൂപ്. ഇവിടൊന്നും കണ്ടിട്ടില്ലല്ലോ. ഞാൻ കുറച്ചു കാലം അകത്തായിരുന്നു. എന്ന് പറയുന്ന പോലെ ഞാൻ അങ്ങ് കൊച്ചിയിലായിരുന്നു. വന്നിട്ട് കുറച്ചായിരുന്നു. അപ്പൊ എന്താ പരിപാടി നാട്ടിലും ഇവിടെയൊക്കെ? പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. അവിടെ പണിയൊന്നും ഇല്ലാത്തോണ്ടാണ് അവർ എന്നെ പിടിച്ച് ഇങ്ങോട്ടേക്ക് അയച്ചത്. അപ്പൊ ഞാനൊരു പരിപാടി തരട്ടെ? ഓക്കെ, എന്താണ് പരിപാടി? കേക്കട്ടെ. ഞങ്ങൾക്കൊരു MC വേണം. MC? എന്റെ ബ്രാൻഡ് MH ആണല്ലോ. ഓ, അതൊന്നുമല്ല. അതല്ല. ഏയ്, അതൊന്നും ശരിയല്ല. മോശം. ഞാൻ ആ ടൈപ്പ് അല്ലാത്ത അമേരിക്കക്കാരെ വിട്ട്. അയ്യോ ചേട്ടാ, അതൊന്നും അല്ല MC എന്ന് പറഞ്ഞാ. പിന്നെ ഇവിടെ കുറെ പ്രോഗ്രാം ഉണ്ട്. അതിന്റെ ഒന്ന് അനൗൺസ് ചെയ്താൽ മതി. ഓക്കെ. എത്ര നാടകങ്ങളെ കണ്ടിരിക്കുന്നു. ഇത് ഞാൻ തകർക്കും. ഓണസദ്യം ഫ്രീ, സുന്ദരിമാരൊപ്പം അടിച്ചോളിക്കുകയും ചെയ്യാം. ഓക്കെ, ചേട്ടാ ഒന്ന് ഹോസ്റ്റ് ചെയ്ത് കാണിക്കാവോ? പോസ്റ്റ് ചെയ്യണം അല്ലേ? ഓക്കെ. സദ്രേ, ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ ഓണാകാശപ്പെട്ടി തുറക്കുമ്പോൾ അയ്യോ ചേട്ടാ, ഇങ്ങനൊന്നും അല്ല. ഇതല്ലേ ഇതല്ല. ഈ ഒരു ഹോസ്റ്റിംഗ്, അതായത് ഒരു ചാനൽ ഒന്ന് ചെയ്ത് കാണിക്കാവോ? ഞാൻ കാണിച്ചിട്ടുണ്ട്. ഹായ് എവരിവൺ, വെൽക്കം ടു MMA ഓണം 2024. ഇത് പിടിച്ചാ മതി. എഞ്ചിനീയർദാസ് ഐറ്റം. പിന്നെ ചെയ്ത് ഓക്കെ, നടക്കട്ടെ. അപ്പൊ ഓക്കെ അല്ലേ? അപ്പൊ ഓപ്പണിംഗ് പ്രോഗ്രാം എന്താണെന്നറിയോ നിങ്ങൾക്ക്? കഴിഞ്ഞ കൊല്ലം ഒരു ഓണം അപാരത എന്ന് പറഞ്ഞൊരു വൻ ഹിറ്റായ ഒരു നാടകം ഉണ്ടായിരുന്നു. അതിന്റെ 2ാം ഭാഗമാണ്. ഓഹോ, കണ്ടോളെ. അപ്പൊ നിങ്ങള് അനൗൺസ് ചെയ്തോളൂ. ഓക്കെ, താങ്ക് യു. അപ്പോ നമുക്ക് ഓണാഘോഷം തുടങ്ങല്ലേ? Alright, welcome to Onam 2024. അപ്പൊ തുടങ്ങുന്നതിന് മുമ്പായിട്ട് നമുക്കൊരു ആർപ്പ് വിളിക്കണം അല്ലേ? ബിക്കോസ് ഓണം ഒരു ആർപ്പ് വിളിക്കുന്ന സുഖമില്ലല്ലോ. അപ്പോ ഉത്സവത്തിന് നമുക്ക് എങ്ങനെയാണ്? ഇത് വടക്കും ഭാഗം, ഇത് തെക്കും ഭാഗം. അപ്പൊ ആദ്യം നമുക്ക് വടക്കും ഭാഗത്തിന് ആർപ്പ് വിളിക്കാം. ആർപ്പ് വിളിക്കുമ്പോ എന്താ ചെയ്യേണ്ടത്? 3 പ്രാവശ്യം ഇറോ. അത് തന്നെ. അപ്പൊ ഒന്ന് തുടങ്ങിയോ അവിടെ. ഓ, വടക്കും
തെക്കും ഭാഗം പൊളിച്ച്. അപ്പൊ തെക്കും ഭാഗത്ത് പോയി നോക്കട്ടെ എങ്ങനെയാണത്. തെക്കും ഭാഗം റെഡിയാണോ? റെഡിയാണോ? തെക്കും ഭാഗം മോശമല്ലല്ലേ? അപ്പൊ നമുക്കൊന്ന് മിനസോട്ട മലയാളം ശബ്ദം നോക്കാം. ഓക്കെടാ? ഓക്കെ. അപ്പൊ നമുക്ക് തുടങ്ങാം അല്ലേ? അതെ. അടുത്ത പരിപാടി ഓപ്പണിംഗ് ആക്ട് ആണ്. ഓണം അപാരത പാർട്ട് 2. ഓണത്തിടയ്ക്ക് പുട്ടുകച്ചവടം.